അധിനിവേശ സ്പീഷീസുകളുടെ കൂടുതൽ വിവരങ്ങളുമായി ഡോക്ടർ കെ വി ശങ്കരൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അധിനിവേശ സ്പീഷീസുകളെല്ലാം ഉപദ്രവകാരികളാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനുള്ള ചില പരിമിതികളും പറയുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഈ രീതിയിൽ ഉപയോഗപ്രദമാക്കി മാറ്റാൻ സാധിക്കില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് ഔഷധ ഗുണങ്ങളുണ്ട്, തൊട്ടാവാടി, നിത്യകല്യാണി, ഈ പറയുന്ന ചെടികൾക്കെല്ലാം എന്തായാലും ഔഷധ ഗുണങ്ങളുണ്ട്. അത് എടുത്ത് നമുക്കതിനെ ഉപയോഗപ്രദമാക്കി മാറ്റുന്നത് എത്രത്തോളം നന്നാവും എന്നുള്ളത് ഇത് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്. പലപ്പോഴും നമുക്കൊരു ഇതൊരു വിമർശനമായിട്ട് വരാറുണ്ട്. അധിനിവേശ സ്പീഷീസുകൾ നമ്മൾ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ നിയന്ത്രിക്കണം എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നത് ഇതാണ്. ഇതിന് ചില ഗുണങ്ങളൊക്കെ ഇല്ലേ, ഇതും ദൈവം തന്ന ഒരു ചെടിയല്ലേ, എന്തുകൊണ്ട് നമുക്കതിനെ ഉപയോഗിച്ച് അതിനെ കണ്ട സ്വാഭാവികമായിട്ടും. പക്ഷേ അങ്ങനെ ആ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റു രീതിയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തെക്കാളും വളരെ ചെറിയൊരു ലാഭം മാത്രമേ അതിൽ നിന്ന് ഉണ്ടാവുള്ളൂ. കാരണം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ലെൻഡാന, അരിപ്പൂ, നമ്മൾ അതിൻ്റെ തടിയൊക്കെ എടുത്തിട്ട് കസേരയും മേശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യാപനം കൂടുകയുള്ളൂ. നമ്മൾ മുറിച്ചിട്ട് കർഷകരൊക്കെ അവിടെ ഇവിടെ അതിൻ്റെ ചെടികളൊക്കെ ഇടും. അപ്പോൾ അതിൻ്റെ വിത്ത്, പിന്നെ അരിപ്പൂവിൻ്റെ ഈ കായ പക്ഷികൾ നന്നായിട്ട് കഴിക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ സീഡ് ബാങ്ക് ഉണ്ട്. അരിപ്പൂവിൻ്റെയൊക്കെ വിത്തുകൾ ചിലപ്പോൾ 10 വർഷമൊക്കെ അപ്പം കഴിഞ്ഞാൽ വീണ്ടും അതിന് ജർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുണ്ട് ഗുണഗണങ്ങൾ, ഉപയോഗം കൊണ്ടുള്ള ഗുണഗണങ്ങൾ മറ്റേ നഷ്ടത്തെക്കാളും വളരെ വളരെ കുറവ്, വളരെ ചുരുങ്ങിയ ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഒരിക്കലും അതിനെ നമുക്ക് അവലംബിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും? ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കുമ്പിളിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യുമ്പം അതിനുള്ള പരിമിതികൾ പറയുന്നുണ്ട്. അതുപോലെ അതിനെ വേരോടെ പിഴുതു മാറ്റുക എന്നുള്ളതൊരു യാന്ത്രിക നിയന്ത്രണമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതൊരു വലിയ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പച്ച പോലെയുള്ള സസ്യങ്ങളെ, അധിനിവേശ സസ്യങ്ങളെ വേരോടെ പിഴുതു മാറ്റുക എന്നുള്ളത് പ്രാവർത്തികമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സസ്യങ്ങളെ നമുക്ക് ഏത് രീതിയിലൊക്കെ നിയന്ത്രിക്കാൻ പറ്റും? ഇതിൻ്റെ ഒരു പ്രധാന കാര്യം ആദ്യമേ പറയട്ടെ. അപ്പം ഏറ്റവും നല്ല കാര്യം, നമ്മൾ അധിനിവേശ സ്പീഷീസുകളെ നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം പ്രിവെൻഷനാണ്. വരാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ വരാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോർഡർ ഉണ്ടല്ലോ, നമ്മുടെ വിമാനത്താവളം അല്ലെങ്കിൽ അതിർത്തികളിൽ നമ്മൾ ബയോസെക്യൂരിറ്റി മെഷേഴ്സ് അത് കർശനാക്കണം. ക്വാറൻറ്റൈന് കർശനായി കഴിഞ്ഞാൽ മിക്കവാറും ഇവറ്റകൾ ഇങ്ങോട്ട് കടക്കില്ല. ഈ അധിനിവേശ സ്പീഷീസുകൾ ഒന്നും ഇങ്ങോട്ട് കടക്കില്ല. മുൻപ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ന്യൂസിലൻഡിലേക്ക് പോകുന്ന ഇന്ത്യൻ കളിക്കാരൻ്റെ ഷൂയിലുള്ള മണ്ണ് അവിടെ നിന്ന് കഴുകി മാറ്റിച്ചു എന്ന് പറയുന്നൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. അത്രയധികം അവിടെ അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് അത്രയധികം ഉണ്ടോ എന്നുള്ളതാണ് അധികം നല്ല തീരെ ഇല്ല എന്ന് തന്നെ പറയും. നമ്മളെ ഇന്ത്യൻ ബയോസെക്യൂരിറ്റി മെഷേഴ്സ് വളരെ പഴയതാണ്. അത് പുതുക്കിയിട്ടൊന്നുമില്ല. ക്വാറൻറ്റൈനും കസ്റ്റംസ് ഒന്നും കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ അനുസ്യൂതം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്, ഇതിൻ്റെ വരവിനെ തടുക്കുക. അങ്ങനെ വരവിനെ തടുക്കാനാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളെ ബയോസെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ കർശനമാക്കണം. അങ്ങനെ കർശനമാക്കിയാൽ തന്നെ ഇത് വരില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത് വന്നു കഴിഞ്ഞ് ചെറിയൊരു സ്ഥലത്ത് മാത്രമേ ഇതുള്ളൂ എങ്കിൽ നമുക്കിതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാം, കംപ്ലീറ്റ് പറിച്ച് കളഞ്ഞ് ചെറിയ ഏരിയയിലേ ഉള്ളൂ. അപ്പോൾ പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കെമിക്കൽ കൺട്രോളോ മറ്റോ ഉപയോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അത് പടരില്ല. ഇനി അതും സക്സസ്ഫുൾ അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യാന്ന് പറയും, കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറയും. കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തേക്ക് അതിനെ ഒതുക്കി നിർത്തുക, വ്യാപിക്കാതെ ഉണ്ട്. പിന്നെ അതും കൂടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൺട്രോൾ തന്നെ വഴിയുള്ളൂ. അത് ഒന്നുകിൽ ഫിസിക്കൽ കൺട്രോൾ, അല്ലെങ്കിൽ കെമിക്കൽ കൺട്രോൾ, അല്ലെങ്കിൽ ഈ ക്ലാസിക്കൽ ബയോളജിക്കൽ കൺട്രോൾ എന്നാണ്. ചിലപ്പോൾ ഈ 3 മെത്തേഡും ഉപയോഗിക്കേണ്ടി വരും ഒരുമിച്ച് സമഗ്രമായിട്ടുള്ള. ചിലപ്പോൾ ഇത് ഒരു സ്പീഷീസിനെ മാത്രം കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അതിലെ 3 മെത്തേഡ് ഉപയോഗിക്കാം. ഒരു എക്കോസിസ്റ്റം തന്നെ നമുക്ക് സേവ് ചെയ്യണം. അതിലൊരുപാട് അധിനിവേശ സ്പീഷീസുകളുണ്ട്. മൈക്കേനിയോ ലെൻഡാനയോ മാത്രമല്ല, ഈവൻ ക്രോമലീന, അതായത് കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, വേറെ പലതുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു അഡാപ്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഇതിനെയൊക്കെ പറിച്ച് കളഞ്ഞ് ഏതെങ്കിലും രീതി നശിപ്പിച്ച് കളഞ്ഞിട്ട് അത് അവിടെ റെസ്റ്റോറേഷൻ എന്ന് പറയും. നമ്മുടെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സസ്യത്തെ വെച്ച് പിടിപ്പിക്കുക. അഥവാ പുല്ലായാലും മതി കേട്ടോ. കാരണം നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിന് മീതെ ഒരു ആവരണം വന്നു കഴിഞ്ഞാൽ, പച്ചപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മുളക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ കുറേ സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ അതിനെ തീയിട്ട് നശിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ വെട്ടി മാറ്റിയിട്ട് അവിടെ പുല്ല് വെച്ച് പിടിപ്പിക്കുക. അതെ. പക്ഷേ ഈ
ഇത് തീയിട്ട് നശിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും, കമ്മ്യൂണിസ്റ്റ് വെച്ച് അതിൻ്റെ കാണ്ഡമുണ്ട് അടിയിൽ, അതിൽ നിന്ന് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ അപ്പോൾ 3 മെത്തേഡും ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജി, ഈ 3 മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിനെ കംപ്ലീറ്റ് ഉന്മൂലനം ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് നമ്മൾ ഈ ഏതെങ്കിലും ഒരു നമ്മുടെ തദ്ദേശീയ സസ്യം, വളരെ പെട്ടെന്ന് ത്വരിതഗതിയിൽ വളരുന്ന ഒരു തദ്ദേശീയ സസ്യം വെച്ച് കഴിഞ്ഞാൽ അത് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ റെസ്റ്റോറേഷൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ഒരു കാര്യം തടയുക എന്നുള്ളത് മാത്രമാണ് അത്രയേ ഉള്ളൂ. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. പക്ഷെ അതും നമുക്ക് ഈ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, നമ്മുടെ ഈ പിന്നെ ഈ കടലിലേക്ക് പോയി സമുദ്രത്തിലുള്ള അധിനിവേശ സ്പീഷീസുകളുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യാനും പ്രിവെൻഷനേ വഴിയുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് സമുദ്രത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത്രയും വിശാലമാണത്. പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന ആഘാതങ്ങൾ വളരെ കൂടുതലായിരിക്കും. അവിടെയും ഇതുപോലെ അധിനിവേശ സ്പീഷീസുകൾ ധാരാളമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നമ്മൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അധിനിവേശ സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കരയിൽ കാണുന്ന അധിനിവേശ സസ്യങ്ങൾ, ഈവൻ ജീവികളെ പോലും നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരാറില്ല. ഈ സസ്യങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഈ കടലിലുള്ള അധിനിവേശ സ്പീഷീസുകളെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു വഴിയുണ്ട്. അതിന് DNA ബാർകോഡിംഗ് എന്ന് പറയും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കടലിലെ വെള്ളത്തിൻ്റെ ചെറിയൊരു അംശം എടുത്തിട്ട് അതിൻ്റെ DNA, അതിലുള്ള ഏതൊക്കെ DNA ഉണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ അധിനിവേശ സ്പീഷീസുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ഒരു ചെറിയല്ല ഒരു വലിയ സാങ്കേതിക വിദ്യ ഇപ്പോഴും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ കടലിൽ ഈ കരയിലേക്ക് അടിക്കുന്ന ചില സ്പീഷീസുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കും ഈ പ്രദേശത്തെ കടൽ ഉണ്ടായിരുന്നതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, നമ്മുടെ അടുത്ത് ഒരു കംപ്ലീറ്റ് അല്ലാത്തൊരു ലിസ്റ്റുണ്ട്, ഏതൊക്കെയാണ് ഓരോ കടലിലും കാണുന്ന ജീവികൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ അവബോധം ഇല്ലെങ്കിലും നമുക്കൊരു ഏതാണ്ടൊരു ധാരണയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വരുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ മത്സ്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ തിലാപ്പിയൊക്കെ വന്നു, നമുക്കറിയാം ഇത് നമ്മുടെ നാട്ടിലുള്ള മീനല്ല, കൊണ്ടുവന്നതാണ്, ആഫ്രിക്കൻ മുഷി കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ചിലപ്പോൾ. പക്ഷേ ഈ മത്സ്യങ്ങളുടെ കാര്യത്തിൽ നമുക്ക് കാര്യമായ പഠനങ്ങളില്ല. ഇന്ത്യ ഏറ്റവും പിറകിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഡെവലപ്ഡ് ഈ വികസ്വര രാജ്യങ്ങൾ ഏറ്റവും പിറകിൽ നിൽക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടികളെക്കുറിച്ച് മാത്രമേ അറിവുള്ളൂ. മറ്റുള്ളത് സൂക്ഷ്മജീവികളെക്കുറിച്ചോ നമ്മുടെ അധിനിവേശ സ്പീഷീസുകളായ മത്സ്യങ്ങളെക്കുറിച്ചോ മറ്റുള്ള ഇൻസെക്ട്സിനെക്കുറിച്ചോ നമുക്ക് കാര്യമായ വിവരങ്ങളൊന്നുമില്ല, പഠനങ്ങൾ നടന്നിട്ടില്ല. കേരളത്തിൽ അത്തരത്തിൽ മത്സ്യസമ്പത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള അധിനിവേശ സ്പീഷീസുകളുണ്ടോ? ഉണ്ടല്ലോ. തിലാപ്പിയ ഒക്കെ ഞാൻ പറഞ്ഞു. ഏതെങ്കിലും പുഴയിൽ അങ്ങനെ ചാലക്കുടി പുഴയിൽ ഒരുപാട് ഈ തിലാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് ഒരുപാട് തദ്ദേശീയ നമ്മുടെ നേറ്റീവ് സ്പീഷീസ് ഇല്ലാതായിട്ടുണ്ട്. അതിന് കൃത്യമായ പഠനങ്ങളുണ്ട്. മറ്റ് പുഴകളിൽ ഇപ്പം അങ്ങോട്ട് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ചില നെയ്യാർ ആ ഏരിയയിലൊക്കെ ചില പഠനങ്ങൾ കേരള യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം കുറച്ച് പഠനങ്ങളുണ്ട്, പക്ഷേ എന്നാലും ആ പഠനങ്ങളൊന്നും പൂർണ്ണമല്ല. അതുകൊണ്ട് തന്നെ ഈ പഠനങ്ങൾ പൂർണ്ണം അല്ലാത്തിടത്തോളം കാലം നമുക്കിതിനെ കൃത്യമായിട്ട് നമ്മളിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. സൂക്ഷ്മജീവികളെക്കുറിച്ച് നമുക്ക് തീരെ പഠനങ്ങളില്ല എന്ന് തന്നെ പറയാം, പഠിച്ചിട്ടേ ഇല്ല. ആഗോളതലത്തിൽ നന്നായിട്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് അവരുടെ രാജ്യത്തുള്ള ഓരോ യൂറോപ്യൻ രാജ്യത്തുള്ള അധിനിവേശ സ്പീഷീസുകളെ പറ്റി കൃത്യമായ ധാരണകളുണ്ട്. അവരത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒന്നിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ അവിടുത്തെ ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് വളരെ ഇൻഫോംഡാണ്, അവർക്ക് അറിയാം, അവെയർനെസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ മാതിരി അല്ല. നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിപ്പോഴും എല്ലാവർക്കും അറിയാമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എന്തായാലും കുറേയൊക്കെ ഇപ്പോൾ മത്സ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതേപോലെ സസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതല്ലാതെയുള്ള ജീവികൾ, ഇപ്പോൾ ആഫ്രിക്കൻ ഒച്ചിൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണ്. അത് വല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, അവരെ കാർഷിക വിളകളെയൊക്കെ ബാധിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് സാർ ഇതിൻ്റെ? അതായത് ഈ ആഫ്രിക്കൻ ഒച്ച് മാത്രമല്ല, നമ്മളിപ്പം ഈ പപ്പയ മീലി ബഗ്, പപ്പയയിൽ വരുന്ന ഒരു വെളുത്ത പൊടി പോലത്തെ സാധനം കണ്ടേ, ഒരു പപ്പയ മീലി ബഗ് എന്നാണ് പറയുക. അതും വിദേശ അധിനിവേശ സ്പീഷീസാണ്. അതേപോലെ കസാവ, മരച്ചീനിയിൽ ഒരു തരം വെളുത്ത പൂപ്പൽ പോലെ കാണാം, അതും ഇങ്ങനെ വരുന്നതാണ്. പിന്നെ ഈ നമ്മുടെ തെങ്ങിനുണ്ടായിരുന്ന ഒരു രോഗമില്ലേ, മണ്ടരി, അതും ഒരു അധിനിവേശ സ്പീഷീസ് കൊണ്ടുവരുന്നതാണ്. അതിനൊക്കെ പക്ഷേ നമ്മൾ ഈ പപ്പയ മീലി ബഗിനും കസാവ മീലി ബഗിനും നമ്മൾ അതിനെ പ്രതിവിധി കണ്ടുപിടിച്ച് കഴിഞ്ഞു. പാരസൈറ്റോയിഡ് എന്ന് പറയും, ചില വാസ്പുകൾ, അത് വന്ന് ഇതിനെ ഫീഡ് ചെയ്തിട്ട് കളയും. അപ്പോൾ അത് ചിലതിനൊക്കെ നമ്മൾ കൃത്യമായ സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സസ്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
മറ്റുള്ളതിനൊക്കെ പിന്നെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, രോഗങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതോട് ചേർത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കണ്ണൂർ ജില്ലയിൽ ആറളം ഫാമിനോട് ചേർന്ന് കാട്ടാനകളുടെ ആക്രമണവും ഒക്കെ ആയിട്ടുള്ള വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കാട്ടിൽ നിന്നും തീറ്റ തേടി പുറത്തേക്ക് വരുന്ന വന്യമൃഗങ്ങൾ അവയുടെ ഭക്ഷണത്തിന് വേണ്ടിയാണ് വരുന്നത്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇതിൽ ഒരു പ്രധാന കാരണമായിട്ട് വായിക്കാനിടയായത് അവിടെയും അധിനിവേശ സ്പീഷീസുകൾ ഇവരുടെ ഭക്ഷ്യവിളകളെ അല്ലെങ്കിൽ അവരുടെ സസ്യങ്ങളെ ഇല്ലാതാക്കുന്നത് കൊണ്ടാണ് ഒരു കാരണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്ന് വനങ്ങളുടെ വിസ്തൃതിയും ഈ വന്യജീവികളുടെ അധികരിച്ചിട്ടുള്ള അവരുടെ എണ്ണവും ഒക്കെ ഇതിനോട് ചേർത്ത് പറയുന്നുണ്ട്. ഇതേക്കുറിച്ച് സാറിന് എന്താണ് തോന്നുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു വിസ്തൃതി കൂടുന്നുണ്ടെന്നൊക്കെ പറയുന്നത് അതിൽ യാഥാർത്ഥ്യം കുറവാണ്. കാരണം വനവിസ്തൃതി അങ്ങനെ കൂടുന്നൊന്നുമില്ല. പിന്നെ നമ്മളൊരു സ്വാഭാവിക വനം വെച്ചുണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു നടക്കാത്തൊരു കാര്യമാണ്. ഒരു പിന്നെ വനത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, സ്വാഭാവിക വനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് വീണ്ടും തിരിച്ച് അതേ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. മരം നട്ട് കഴിഞ്ഞാൽ വനം ഉണ്ടാകുമെന്ന് പറയുന്നത് ശുദ്ധ ബോഷ്കാണ്, ശരിയല്ല. അത് മരം മാത്രം അല്ലെ, ചെറിയ മരങ്ങൾ നട്ട ഒരു സ്ഥലം മാത്രമേ അവശേഷിക്കും. കുറേ വർഷം കഴിയുമ്പോൾ ഇത് അതേപോലെ ആയി വരില്ലേ? പ്രയാസമില്ല. സ്വാഭാവിക വനത്തിൻ്റെ ആ ഒരു തനിമ കിട്ടാൻ വലിയ പ്രയാസമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഒരു മരം മുറിച്ച വേറൊരു മരം വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. കാരണം നമ്മൾ റെസ്റ്റോറേഷൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അതെല്ലാം വലിയ ലോകത്ത് എവിടെയും അങ്ങനെ ഒരു വളരെ വിജയപ്രദമായ റെസ്റ്റോറേഷൻ നടന്നതായിട്ട് അറിവില്ല. ശ്രമിക്കുന്നുണ്ട് എല്ലാവരും, പക്ഷേ പ്രയാസമാണ്. പിന്നെ വേറൊരു കാര്യം, ഈ വനവിസ്തൃതി എന്നും കുറഞ്ഞിട്ടേ ഉള്ളൂ കാലങ്ങളായിട്ട്. കാരണം വനം കയ്യേറുന്നുണ്ട്, അതേക്കുറിച്ച് ആരും ഒന്നും പറയാറില്ല. വനം കയ്യേറി വനത്തിൻ്റെ വിസ്തൃതി വല്ലാണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. വനം കയ്യേറി വെട്ടിപ്പിടിച്ച് വേലിയെ കെട്ടി അവിടെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി പിന്നെ നമ്മളെ തെങ്ങും ഇതൊക്കെ നട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ കഴിയാൻ സ്ഥലമേ. ഈ മേൽത്തട്ട് ഈ കനോപ്പി, ആ മേൽത്തട്ട് അതിൻ്റെ വിസ്തൃതി കൂടുന്നത് അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കണക്ക് വരുന്നത്? അത് മിക്കവാറും പ്ലാന്റേഷൻസിൻ്റെയാണ്. ചിലപ്പോൾ റബ്ബർ പ്ലാന്റേഷൻസ് ആവാം, മറ്റേതെങ്കിലും രീതിയിലുള്ള പ്ലാന്റേഷൻസിൻ്റെ നമ്മൾ മേലെ റിമോട്ട് സെൻസിങ് ആണ്. അപ്പോൾ റിമോട്ട് സെൻസിങ് വഴി നോക്കുമ്പോൾ താഴെ ഒരുപാട് പച്ചപ്പ് കാണാം, പക്ഷേ അത് മുഴുവനൊന്നും സ്വാഭാവിക വനമല്ല. മനസ്സിലായില്ലേ? വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനം ഇങ്ങനെ പിന്നെ കയ്യേറുന്നതിനെക്കുറിച്ചൊന്നും സാധാരണത്തിൽ ആരും പ്രതിപാദിക്കാറില്ല. അതാണ് വലിയൊരു കാര്യം. വന്യമൃഗങ്ങൾക്ക് ആനയായാലും ആരായാലും പുലിയായി കഴിഞ്ഞാലും വനത്തിൽ അതിന് സ്ഥലം വേണ്ടേ കഴിച്ചോട്ടെ. അതിൻ്റെ വനവിസ്തൃതി കുറഞ്ഞതൊരു കാരണമാണ്. ഈ പിന്നെ ആനകളുടെയൊക്കെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു ആനകളുടെ എണ്ണം തിട്ടപ്പെടുന്നതിനൊക്കെ ചില രീതികളൊക്കെ ഉണ്ട്. അതൊന്നും വളരെ സയൻറ്റിഫിക്കൊന്നും അല്ല. നമുക്ക് അതിനെ അതൊരു വഴിയായിട്ട് മാത്രം കണ്ടാൽ മതി. പക്ഷേ ചിലപ്പോൾ കൂടുന്നുണ്ടാവും, പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല. കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഒരു ഭൂവിനിയോഗത്തിലെ വ്യത്യാസങ്ങളാണ്. നമ്മൾ വനം മാറ്റിയിട്ട് അവിടെ നമ്മൾ ഈ ക്രോപ്സ് വളർത്തുന്ന ഒരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ അധിനിവേശ സ്പീഷീസുകളാണ്. ഒറ്റൊരു ഉദാഹരണം പറയാം. ഈ മുതുമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നമ്മൾ കാണുന്നത് മുഴുവൻ നോക്കത്താ ദൂരത്തോളം അരിപ്പൂവാണ്. മുതുമല പല വൈൽഡ് ലൈഫ് സാങ്ച്വറീസിലും അങ്ങനെയുള്ള ഒന്നുകിൽ ലൻറ്റാന ആവാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയാവാം, അല്ലെങ്കിൽ മൈക്കേനിയ എന്ന് പറഞ്ഞ ആനത്തൊട്ടാവാടി കാര്യം ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ആനത്തൊട്ടാവാടിയും ഇപ്പോൾ ഈ അടുത്ത് വന്ന ഒരു സസ്യമാണ്. ആനത്തൊട്ടാവാടിയുടെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആസാമിൽ. അവിടുത്തെ ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസാണ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. ഈ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം കണ്ടമാനം അവിടെ ചാവാൻ തുടങ്ങിയപ്പോഴേ മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പോകുന്ന വഴിയിൽ ആനത്തോട്ടാവടി വളർന്നു കഴിഞ്ഞാൽ ആനത്തോട്ടാവടി ഭയങ്കര മുള്ളുള്ള സസ്യമാണ്. അപ്പോൾ ഇതിനെ ഭേദിച്ചിട്ട് ഈ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തെ അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റുന്നത് നല്ല ഉയരത്തിൽ വളരുന്നത്, നല്ല ഉയരത്തിൽ ബുഷായിട്ട് വളരും. അതിന് നമുക്ക് അടുത്തുവരെ കൺട്രോൾ ചെയ്യാനൊക്കെ അതിനെ വെട്ടിമാറ്റാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. നല്ല മുള്ളാണ്. നമ്മൾ തൊട്ടാവാടിയുടെ ഒരു ഏട്ടനാണ്, മുതിർന്ന വലിയേട്ടൻ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ ഇത് വലിയ പ്രശ്നമാണല്ലോ എന്ന് മനസ്സിലാക്കി. പിന്നെ അവിടെ ഒരു ഗവൺമെൻറ് ഒരു നയം എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് അവർ ചില കാര്യങ്ങൾ വെട്ടിമാറ്റൽ തന്നെയാണ് ചെയ്തത്, വേറെ ഒന്നും ചെയ്തൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് കുറച്ച് ഒരു താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം ഉണ്ടായിരുന്നല്ലാണ്ട് താൽക്കാലികമായിട്ട് പിന്നെ തൊട്ടാവാടി വളരാതായി. ആനത്തൊട്ടാവാടിയുടെ വിത്ത് 50 കൊല്ലത്തോളം ഇരിക്കും. അത്രയും അതിജീവന ശേഷിയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ അധിനിവേശ സ്പീഷീസുകളും ഒരു കാരണമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആനയ്ക്ക് സ്വാഭാവികമായിട്ടും അത് ആന തിന്നുന്ന ചില ചെടികളുണ്ട്. അതില്ലാതായി കഴിഞ്ഞാൽ ആനയ്ക്ക് പിന്നെ വേറെ എവിടെ പോകാൻ പറ്റും? അത് അന്വേഷിച്ചാണ് ആന വനത്തിന് പുറത്ത് കിടക്കുന്നത്. ഇവിടെ മനുഷ്യനും വന്യമൃഗവും തമ്മിലുള്ള സംഘർഷമല്ല, വന്യമൃഗം മാത്രമാണ്, മനുഷ്യൻ സംഘർഷത്തിനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത് പുറത്തേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം കാണുന്നത് കൃഷിക്കാരൻ്റെ തൊട്ടുപുറത്തെ കൃഷിക്കാരൻ്റെ കൃഷിയിടമാണ്. അവിടെ നമുക്ക് പിന്നെ നേന്ത്രവാഴയുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ ഇതിന് തിന്നാൻ ഏറ്റവും പറ്റിയ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ പുറത്തേക്ക് വന്നിട്ട് ഇതിനെ എങ്ങനെ ഓടിച്ചു വിടാൻ നോക്കും. അന്നേരമാണ് കൊല്ലൽ നടക്കുന്നത്. പിന്നെ ആന പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതേപോലുള്ള മാനുകളൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, സസ്യഭോജികളായ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ തേടി മറ്റുള്ള മാംസഭോജികൾ അതിൻ്റെ പിറകെ വരും. അപ്പം എന്തായാലും അധിനിവേശ സ്പീഷീസുകൾ ഒരു പ്രധാന കാരണം തന്നെയാണ്. അത് മാത്രം കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു പ്രധാന കാരണം വനഗുണശോഷണം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? വനശോഷണം കൂടാതെ വനഗുണശോഷണം. ഒന്നാമത് വനത്തിൻ്റെ വിസ്തൃതി കുറഞ്ഞു, അപ്പം സ്വാഭാവികമായിട്ടും തിന്നാനൊന്നും ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഈ പല സ്ഥലങ്ങളിലും നമ്മൾ ക്വാറികൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ക്വാറികളാണ് പിന്നെ നമ്മൾ പലപ്പോഴും ഉരുൾപൊട്ടലൊക്കെ കാരണമാകുന്നത്. ഒരു കാര്യം അതാണ്. അത് മാത്രമല്ല, ക്വാറികൾ ഉണ്ടാക്കുമ്പം ഇളക്കങ്ങൾ സംഭവിക്കുന്നുണ്ട് ഭൂമിയുടെ. അപ്പോൾ ആ ഇളക്കങ്ങളാണ് പിന്നെ ഉരുൾപൊട്ടലായിട്ട് മാറുന്നത്. പിന്നെ ഭൂവിനിയോഗത്തിലെ വ്യത്യാസം. നേരത്തെ കാടുണ്ടായിരുന്ന സ്ഥലത്ത് കാടില്ല. അവിടെ നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉള്ളു. കാടിൻ്റെ ഒരു പ്രധാന കാര്യം, എല്ലാ മരങ്ങളുടെയും പ്രധാന കാര്യം വെച്ചാൽ അത് മണ്ണിനെ ഇങ്ങനെ പിടിച്ചു നിർത്തും. എന്ത് വെള്ളം ഒഴുക്ക് വന്നു കഴിഞ്ഞാലും മണ്ണിനെ സ്ഥിരം അത് പിടിച്ചു നിർത്താനുള്ള കഴിവ് മരങ്ങൾക്കുണ്ട്. മരങ്ങൾ വലിയ വേരുകൾക്കുണ്ട്. ആ മരങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മണ്ണിങ്ങോട്ട് പോരുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കിയത്, വായിച്ചതാണ് ഞാൻ ഇതിനിടെ, അതായത് വനത്തിനകത്ത് സ്വാഭാവികമായിട്ടും തുറസായ ചില സ്ഥലങ്ങളുണ്ടാകും, സ്വാഭാവികമായിട്ടുള്ളത്. മനുഷ്യൻ വെട്ടിത്തെളിക്കാത്ത ചില ജീവികൾക്ക് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിലുള്ള ചില തുറസായ സ്ഥലങ്ങളുണ്ടാകും. ആ തുറസായ സ്ഥലങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവിടെയുള്ള അങ്ങനെ ജീവിക്കുന്ന ജീവികൾക്ക് നാശം സംഭവിക്കുക, അല്ലെങ്കിൽ അവർ പുറത്തേക്ക് വരുന്ന ഒരു രീതി അങ്ങനെയുണ്ട് എന്നുള്ള രീതിയിലൊരു വായിച്ചതായിട്ട് ഓർക്കുന്നു. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയാൻ. അതേക്കുറിച്ച് എനിക്ക് ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എവിടെ വനം നഷ്ടപ്പെടും, എവിടെ മരം മുറിക്കുന്നു, അനധികൃതമായ മരം മുറി നടക്കുന്നു, അവിടെയൊക്കെ സ്വാഭാവിക വനത്തിൻ്റെ തനിമ നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മുടെ നാച്ചുറൽ ഫോറസ്റ്റിൻ്റെ തനിമ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ആദിവാസികൾ വനവുമായിട്ട് വളരെ ഇണങ്ങിച്ചേർന്ന് താമസിക്കുന്നുണ്ട്. അവർ ഈ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും വരുന്നില്ല വനത്തിന്. അവർ ഈ നോൺ വുഡ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ ജീവിക്കുന്നേ ഉള്ളൂ. അവർ കാര്യമായ നാശനഷ്ടം വരുന്നില്ല. നമ്മൾ എന്ന് ആദിവാസികളെ മാറ്റി പാർപ്പിച്ചു തുടങ്ങിയോ അവരുടെ ജീവിതം തകർന്നു പോയില്ലേ? മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ മൈക്കീനിയുടെ കാര്യം ഞാൻ പറഞ്ഞു. വാഴച്ചാൽ ഭാഗത്ത് കാടർ എന്ന് പറഞ്ഞിട്ട് ആദിവാസികൾ താമസിക്കുന്നുണ്ട്. വാഴച്ചാൽ, തൃശ്ശൂർ. അവിടെ ഈ മൈക്കേനിയ വല്ലാണ്ട് പടർന്ന് കയറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ നമ്മൾ റീഡ്സ് ഉണ്ടല്ലോ, അതായത് പിന്നെ എന്താ പറയുക, ബാംബു പോലത്തെ സസ്യങ്ങൾ, അതിൻ്റെ മലയാളം ഈറ്റ, എക്സാക്ട്ലി. ആ ഈറ്റ ഉപയോഗിച്ചിട്ട് ഈറ്റ വെട്ടി അതുകൊണ്ട് കുട്ട അങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കിയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ മൈക്കേനി വന്നതോടുകൂടി മൈക്കേനിയ ഈറ്റയുടെ മുകളിൽ പടർന്ന് കയറും. എന്നിട്ട് ഈറ്റക്കാട്ടുകൾ കംപ്ലീറ്റ് അങ്ങ് നശിപ്പിച്ച് കളയും. അപ്പോൾ ഈറ്റയുടെ അവൈലബിലിറ്റി, ഈറ്റയുടെ ലഭ്യത കുറഞ്ഞു. അപ്പോൾ അവർക്ക് ജീവിതമാർഗ്ഗം ഇല്ലാണ്ടായി. അവർ കൂലിപ്പണിക്കിറങ്ങാൻ തുടങ്ങി. അതൊരു വലിയൊരു വ്യത്യാസമായിരുന്നു. നമ്മൾ എപ്പോഴും ലോകത്തെമ്പാടും ചർച്ച ചെയ്യുന്നൊരു കാര്യം, ഇത് ഈ ഇൻഡിജിനസ് പീപ്പിൾ, ഇങ്ങനെയുള്ള ആദിവാസികളെ പോലത്തെ ആൾക്കാരെ എങ്ങനെ ബാധിക്കുന്നു. നമ്മുടെ ഈ IPBES എന്ന് പറഞ്ഞ അതിൽ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു ഇത്. എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ ഇത് പിന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ള വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പല രാജ്യങ്ങളിൽ നിന്നും, ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നൊക്കെ വലിയ ഇടപെടലുകൾ അതിലുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് അങ്ങനെ കാര്യമായ ഇടപെടലുകളൊന്നും നമ്മളൊന്നും അങ്ങനെയൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാറില്ല പലപ്പോഴും. ഇനിയിപ്പോൾ ഈ ഇങ്ങനെ ഒരു അധിനിവേശ സ്പീഷീസ് ആണെന്ന് ഒരു ജീവജാലത്തെ അല്ലെങ്കിൽ ഒരു സസ്യത്തെ കണ്ടെത്തിയെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഗവൺമെൻറ് തലത്തിൽ അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമോ? ആരെയാണ് സമീപിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം വരും. അതിന് എന്താണ് ചെയ്യാൻ പറ്റുക? നിർഭാഗ്യവശാൽ നമുക്കിതിന് പോളിസീസ് ഒന്നുമില്ല. അത് ഇന്ത്യയിൽ മാത്രമല്ല, 80% രാജ്യങ്ങളും നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കും.
നമ്മളെ ബയോഡൈവേഴ്സിറ്റി കൺവെൻഷന് ഒരു സാധനം ജൈവ എല്ലാ വർഷവും നമ്മൾ സാധനം കൊടുക്കും. അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയും നമ്മളിങ്ങനെ അധിനിവേശ സ്പീഷീസുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വാഗ്ദാനങ്ങളുണ്ടാവും. അതേപോലെ ഇപ്പോൾ ഈ കുൻമിങ് മോൺട്രിയിൽ ഒരു പിന്നെ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു സമ്മിറ്റ് ബയോഡൈവേഴ്സിറ്റി എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലെ ഈ അധിനിവേശ സസ്യങ്ങളുടെ നിയന്ത്രണം കൂടെ ഉൾപ്പെടുത്തണം. ആദ്യം വേണ്ടത് അതാണ്. നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പിന്നെ നമ്മൾ ഭൂമി തരം മാറ്റുന്നത്, അല്ലെങ്കിൽ ആ ലാൻഡിന് എന്ത് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം സീ ആൻഡ് ലാൻഡ് യൂസ് ചേഞ്ചസ് ഒരു പ്രധാന കാര്യമാണ്. ബയോഡൈവേഴ്സിറ്റി ലോസിനുള്ള പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസാണ്, അധിനിവേശ സ്പീഷീസുകൾ. പിന്നെ കാലാവസ്ഥാ വ്യതിയാനം. വേറൊന്നാണ് നമ്മൾ ഈ ഭൂവിനിയോഗത്തിലെ വ്യത്യാസങ്ങൾ. പിന്നെ ഒന്ന് പൊല്യൂഷനാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ജൈവ വൈവിധ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ. പ്രധാനം ഇൻവേസീവ് ഏലിയൻ സ്പീഷീസാണ്. അപ്പോൾ നമ്മളതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈ കുൻമിങ് മോൺട്രിയിൽ അതിൽ സമ്മിറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ആറാമത്തെ അതിൻ്റെ ടാർഗറ്റ് 2030 ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇതിൻ്റെ അധിനിവേശ സ്പീഷീസുകളുടെ വരവ് 50% കണ്ട് കുറക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. നമ്മളിങ്ങനെ ഘോരഘോരമായിട്ട് പറയും നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യും. എല്ലാ രാജ്യങ്ങളും ഈ ഗവൺമെൻറ് തലത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അത് പ്രാദേശിക തലത്തിലുള്ള സമൂഹത്തെ, ആ പൊതുജനത്തിൻ്റെ പങ്കാളിത്തത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് എവിടെയെങ്കിലും ഒന്ന് തുടങ്ങിക്കിട്ടണ്ടേ. അതിൽ 80% രാജ്യങ്ങൾക്കും ഒരു പോളിസി ഇല്ല. എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിൻ്റെ ആക്ഷൻ പ്ലാൻ എന്താണ്, ഇതിനെക്കുറിച്ചൊരു പോളിസി ഇല്ല. പ്രത്യേകിച്ച് നമ്മളെ വികസ്വര രാജ്യങ്ങളിൽ യാതൊരു പോളിസിയും ഇതിനെക്കുറിച്ചില്ല. പിന്നെയാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു 60% രാജ്യങ്ങളും ഇതിനുവേണ്ടി പ്രത്യേകിച്ച് പൈസയൊന്നും അലോക്കേറ്റ് ചെയ്യുന്നില്ല. വികസ്വര രാജ്യങ്ങൾ അവർ പൈസ ഇതിനു വേണ്ടി നീക്കി വെക്കുന്നില്ല. അവർക്ക് അധിനിവേശ സ്പീഷീസുകൾ അവരുടെ അജണ്ടയല്ല, അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലത്. ഇത്രയേറെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതിലൊരു ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ്റും, വികസിത രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്, വികസ്വര രാജ്യങ്ങൾക്ക് യാതൊരു നടപടി അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇന്ത്യ ഗവൺമെൻറ് ഒരു പോളിസി ഇല്ല ഇപ്പോൾ ഇതിൽ. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായ നേപ്പാളിന് ഇപ്പോൾ ഒരു പോളിസിയുണ്ട്. നമ്മളിതേക്കുറിച്ച് ഒരുപാട് തവണ ഗവൺമെൻറ് അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓരോ അന്താരാഷ്ട്ര സംഘടനകളും, ഇപ്പം ഈ പിന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ കൺവെൻഷൻ, അവരൊക്കെ ഓരോ പ്രാവശ്യം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് നമുക്കൊരു പോളിസി വേണമെന്നുള്ളതാണ്. ആ പോളിസി ഇതേവരെ ഉണ്ടായിട്ടില്ല. ആ പോളിസി ഇല്ലാതെ കൊണ്ട് നമുക്ക് എവിടെ തുടങ്ങണം എന്നുള്ള വലിയ പ്രയാസമാണ്. അത് മാത്രമല്ല, പോളിസി ഉണ്ടായാൽ മാത്രം പോരാ, അതിന് ചില ആക്ഷൻ പ്ലാൻസ് വേണം. ആക്ഷൻ പ്ലാൻസ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ അവബോധം വേണം. ഏത് ഗവൺമെൻറ് തലത്തിൽ ഇതിലെങ്ങനെ, അതിന് ഇപ്പം ആരെങ്കിലും ഒരാളെ മാത്രം ഏൽപ്പിച്ചാൽ പോരാ. തട്ടുതട്ടായിട്ട് ഒരു ഗവർണൻസ് സിസ്റ്റം വേണം. താഴെ തട്ടുവിട്ട് മുകളിലേക്ക് ആര് എന്ത് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു അധിനിവേശ സ്പീഷീസ് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യണമെന്ന് നാട്ടുകാർക്ക് അറിയില്ല. നമ്മൾ ആരെ അപ്രോച്ച് ചെയ്യണം, ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ അപ്രോച്ച് ചെയ്യണമെന്നതിനെക്കുറിച്ച് നാട്ടുകാർക്ക് അറിയില്ല, അവബോധവും ഇല്ല. ഞങ്ങൾ ഈ അടുത്ത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധിനിവേശ സ്പീഷീസുകളെക്കുറിച്ച് നമുക്കൊരു പാഠ്യപദ്ധതിയിൽ സ്കൂളുകളിലും കോളേജുകളിലും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പിന്നെ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ലോ, 33 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ലോ. അതിൽ ഞാൻ കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് പല രാജ്യങ്ങളിലായിട്ട്, ഒരു 10-16 രാജ്യങ്ങളിലായിട്ട് കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തി. അതിൽ ഈ പിന്നെ വനം വകുപ്പ് ജീവനക്കാരെയും പോളിസി മേക്കേഴ്സിനൊക്കെ വിളിച്ച് അവർക്ക് നമ്മൾ പരിശീലനം കൊടുത്തു. ഇതാണ് പ്രശ്നം, ഇനി നമ്മളെങ്ങനെ നേരിടണം എന്നുള്ള കാര്യം വളരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്നുന്ന കാര്യങ്ങൾ നമ്മൾ പോളിസി മേക്കേഴ്സിനെ പ്രധാനമായിട്ട് വിളിച്ചത് ഗവൺമെൻറ്റിനോട് പറയാൻ വേണ്ടിയിട്ടാണ്. സമയപരിമിതി മൂലം നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.